അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ മാതാപിതാക്കൾ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ്. ആ മാതാപിതാക്കളിലൂടെയാണ് ഒരു മനുഷ്യൻ്റെ സ്വർഗ നരകങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത്. ഒരിക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ വന്നുകൊണ്ട് മാതാപിതാക്കളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഹുമാ ജന്നത്തുക ഔ നാറുക. മാതാവും പിതാവും ഒന്നുകിൽ നിൻ്റെ സ്വർഗമാണ്, അല്ലെങ്കിൽ നിൻ്റെ നരകമാണ്. മാതാപിതാക്കളുടെ പൊരുത്തത്തിലും തൃപ്തിയിലുമായിട്ട് ജീവിക്കുന്ന മക്കൾക്ക് അതുവഴി സ്വർഗം കരസ്ഥമാക്കാമെന്നും അവരുടെ പൊരുത്തക്കേടിലും ശാപത്തിലുമായി ജീവിക്കുന്ന മക്കൾക്ക് അതുവഴി നരകമായിരിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ഒരു മനുഷ്യൻ്റെ വിജയപരാജയങ്ങൾ പോലും അള്ളാഹു തീരുമാനിച്ചത് പ്രിയപ്പെട്ട മാതാവിൻ്റെ വയറ്റിൽ വെച്ചിട്ടാണ്. മുത്തുനബി തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, അസ്സഈദു മൻ സഇദ ഫി ബത്നി ഉമ്മിഹി വശഖിയു മൻ ശഖിയ ഫി ബത്നി ഉമ്മിഹി. ഒരു മനുഷ്യൻ്റെ വിജയം അള്ളാഹു തീരുമാനിച്ചതും ഒരു മനുഷ്യൻ്റെ പരാജയം അള്ളാഹു തീരുമാനിച്ചതും അവൻ്റെ ഉമ്മയുടെ മാതാവിൻ്റെ വയറ്റിൽ വെച്ചിട്ടാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ഉയരങ്ങളിലെത്തിയിട്ടുള്ള ഒരാളും മാതാവിൻ്റെ പ്രാർത്ഥന അതിൻ്റെ പിന്നിലില്ലാതെ എത്തിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്രയോ വലിയ ഉയരങ്ങൾ കീഴടക്കിയ മഹാന്മാരെയും മഹദികളെയും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ പിന്നിൽ ആ ഒരു സൗഭാഗ്യത്തിന് പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ പ്രാർത്ഥനകളുണ്ടായിരുന്നു. മഹാത്മാഗാന്ധിജി പോലും പറഞ്ഞല്ലോ, എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്നെ ഒരു ഭ്രാന്തനായി തീരുമായിരുന്നു. അതെ, ജീവിതം നൽകിയ സൃഷ്ടാവിനെയും ജന്മം നൽകിയ മാതാപിതാക്കളെയും ഒരിക്കലും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അത് വലിയ നന്ദികേടാണ്. എത്ര സേവനം മാതാപിതാക്കൾക്ക് ചെയ്താലും അവർ സഹിച്ച ത്യാഗത്തിൻ്റെ ഒരംശം പോലും പകരമാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, വെന്തുരുകുന്ന മരുഭൂമിയുടെ മാംസം വീണാൽ വെന്തുരുകിപ്പോകുന്ന മരുഭൂമിയിലൂടെ എൻ്റെ പ്രായം ചെന്ന മാതാവിനെയും തോളിലേറ്റി ഞാൻ കിലോമീറ്ററുകളോളം നടന്നിട്ടുണ്ട്. അത് എൻ്റെ മാതാവിനിക്ക് സഹിച്ച ത്യാഗത്തിന് പകരമാകുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മറുപടിയുണ്ട്, മോനെ, അവർ നിന്നെ പ്രസവിച്ച സമയത്ത് അവർ സഹിച്ച വേദനകളിൽ ഒന്നിന് ഒരുപക്ഷെ അത് പരിഹാരമായേക്കാം. എത്രയോ പ്രയാസങ്ങളാണ് അവർ സഹിച്ചത്, അതിൽ ഒന്നിന് മാത്രം ഒരുപക്ഷെ നീ ചെയ്തത് പരിഹാരമായേക്കാം. പ്രിയമുള്ളവരെ, മാതാപിതാക്കൾ അവർ നമ്മുടെ സ്വർഗമാണ്. നാളെ നമുക്ക് അവരുടെ പൊരുത്തത്തിലാണ് നമുക്ക് നാളെ സ്വർഗം ലഭിക്കേണ്ടിയുള്ളത്. മാതാപിതാക്കളുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണങ്ങൾക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ നന്മകൾക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും അത് നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്ര സൗഭാഗ്യങ്ങൾ അള്ളാഹു നൽകിയാലും, എത്ര സമ്പത്ത് അള്ളാഹു നൽകിയാലും, എത്ര മക്കളെ നമുക്ക് നൽകിയാലും പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ആ പൊരുത്തവും അവരുടെ ഇഷ്ടവുമാണ് നമ്മുടെ രണ്ട് ലോകത്തിൻ്റെയും സമാധാനം നിറഞ്ഞൊരു ജീവിതമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തുരിസീനാ പർവ്വതത്തിലൂടെ നടന്നു പോവുകയാണ്. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറഞ്ഞു, മൂസ, നീ സൂക്ഷിക്കണം, കാലുവഴുതിയിട്ട് പർവ്വതത്തിൽ നിന്നും താഴെ വീണു പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അല്ലാഹുവേ, ഞാൻ എത്രയോ നാള് ഈ തുരിസീന പർവ്വതത്തിൻ്റെ മുകളിലൂടെ ഞാൻ നടന്നിട്ടുണ്ട്, അന്നൊന്നും നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ സൂക്ഷിക്കണം മൂസ, കാല് വഴുതി വീണു പോകുമെന്ന്. അല്ലാഹു തആല പറഞ്ഞൊരു മറുപടിയുണ്ട്, മൂസ, അന്നൊക്കെയും നീ ഈ പർവ്വതത്തിൽ നിന്നും താഴെ വീണു പോകാതിരിക്കാൻ നിൻ്റെ ഉമ്മയുടെ പ്രാർത്ഥന അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നിൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്, നീ അപകടം പറ്റാതിരിക്കാൻ നിനക്ക് പ്രാർത്ഥിക്കാൻ നിൻ്റെ ഉമ്മയില്ല, അതുകൊണ്ട് നീ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെയും ഈ ദുനിയാവിൻ്റെ വിരിമാറിലൂടെ ഈ രീതിയിൽ ഇന്ന് ജീവിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം. അവരുടെ ആ ഒരു മനസ്സ്, അവരുടെ സന്തോഷമാണ് നമ്മുടെയും ജീവിതത്തിൻ്റെ സന്തോഷം. അതുകൊണ്ട് മാതാപിതാക്കൾ എത്ര പ്രയാസങ്ങൾ അവരിൽ നിന്നും നമുക്ക് നേരിടേണ്ടി വന്നാലും, അവരിൽ നിന്നും എത്ര ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടേണ്ടി വന്നാലും മാതാവും പിതാവും ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്തേക്ക് കടന്നു വരാൻ അവരാണ് നമ്മുടെ കാരണക്കാർ. നമുക്ക് വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങൾ ചെറുതല്ല. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ, ചെറുപ്പമായിരിക്കുമ്പോൾ അവർ പട്ടിണി കിടന്നിട്ടുണ്ട്. അവർ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നമുക്ക് വേണ്ടി ജീവിച്ചവരാണ്. നമ്മൾ കഴിക്കുന്നത് കണ്ട് അവർ പട്ടിണി കിടന്ന് നെടുവീർപ്പിട്ടവരാണ്. മഴയെന്നും വെയിലെന്നുമില്ല, രാത്രിയും പകലെന്നുമില്ലാതെ
അവർ പാടത്ത് പണിയെടുത്തവരാണ്. നമുക്ക് വേണ്ടി നമ്മളെ പോറ്റാൻ, നമ്മളെ വളർത്താൻ, നമുക്ക് വസ്ത്രം വാങ്ങാൻ, നമ്മളെ പഠിപ്പിക്കാൻ, നമുക്കൊരു ജീവിതമുണ്ടാക്കി തരാൻ വേണ്ടി ജീവിതത്തിൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ താണ്ടിയവരാണ് അവർ. അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാഹു തആല അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ, നമുക്ക് ആരോഗ്യമുള്ള മക്കളെ തരുമ്പോൾ, വലിയ വീട് തരുമ്പോൾ, വലിയ വാഹനം തരുമ്പോൾ, വലിയ ജോലി കിട്ടുമ്പോൾ, വലിയ സൗഭാഗ്യങ്ങൾ കിട്ടുമ്പോൾ, നമുക്ക് വേണ്ടി ചെറുപ്പത്തിൽ ത്യാഗങ്ങൾ സഹിച്ച് നമ്മെ വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കളെ അവഗണിക്കരുത്, മറന്നു പോകരുത്. അത് ജീവിതത്തിൽ വലിയ നഷ്ടമാണ് സംഭവിക്കുക. മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടി ജീവിച്ച് മരിച്ച് നാളെ അവരുടെ തണലിൽ, നാളെ സ്വർഗത്തിലേക്ക് എത്തുന്ന മക്കളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.